പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 1-ാം അധ്യായത്തിൻ്റെ 46 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 46 വരെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് 47 മുതൽ നമ്മൾ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ഈശോയിൽ സ്നേഹമുള്ളവരെ, 46 യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 46-ാമത്തെ വാക്യം. നഥാനിയേൽ ചോദിച്ചു, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ എന്ന് നഥാനിയേൽ ചോദിച്ചത് അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെയും വചന പരിചയത്തിൻ്റെയും വെളിച്ചത്തിലാണ്. അപ്പോൾ ഈ ചോദ്യത്തെ യഥാർത്ഥത്തിൽ ഈശോ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഒരുപാട് ആഴവും അർത്ഥവുമുള്ള ഒരു ഭാഗമാണിത്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ പശ്ചാത്തലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫിലിപ്പോസിനോട് നഥാനിയേൽ ചോദിക്കുന്നു, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? ഫിലിപ്പോസ് പറയുന്നു, വന്ന് കാണുക. അടുത്ത വാക്യം വായിക്കാം. അടുത്ത വാക്യം, നഥാനിയേൽ ഉറക്കെ വായിക്കാം. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി കണ്ടോ. ഇതിന് വീണ്ടും ആ ഫോർമുല ആവർത്തിക്കുന്ന കണ്ടോ. കണ്ട് പറഞ്ഞു അല്ലേ, അടുത്തേക്ക് വരുന്നത് കണ്ട് പറഞ്ഞു. ആ ഫോർമുല വീണ്ടും അവിടെ റിപ്പീറ്റ് ചെയ്യാണ്. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെ പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ ഡ്യൂപ്ലിസിറ്റി ഇല്ലാത്ത ഒരു യഹൂദൻ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. കപടതയില്ലാത്ത ഒരു യഹൂദൻ. അങ്ങനെ പറയാൻ കാര്യം എന്താണ്? നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ എന്ന് പറയാൻ കാരണം, ഈ ഇസ്രായേൽ എന്ന പേര് യഹൂദ ജനതയ്ക്ക് ലഭിച്ചത് ആരിലൂടെയാണ്? യാക്കോബിലൂടെയാണ്. യാക്കോബിൻ്റെ പേരാണ് പെനുവേലിൽ വെച്ച് രാത്രി മുഴുവൻ ദൈവദൂതനുമായി മൽപ്പിടുത്തം നടത്തിയതിന് ശേഷം ദൈവം യാക്കോബിൻ്റെ പേര് മാറ്റുന്നുണ്ട്. എന്താണ് പേര്? ഇസ്രായേൽ എന്നാക്കി മാറ്റുന്നു. ഈ യാക്കോബ് ആരാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്? യാക്കോബ് എന്ന് പറയുന്നത്, യാക്കോബ് ഈ നമ്മുടെ ഏസാവിനെ വഞ്ചിച്ചിട്ട്, കാപട്യം കാണിച്ച് വഞ്ചിച്ച്, ഏസാവിനെ വഞ്ചിച്ച് ഒളിച്ചോടിപ്പോയ ആളാണ്. കാപട്യത്തിൻ്റെ ആൾരൂപമായിരുന്നു യാക്കോബ്. അപ്പോൾ ഈ യാക്കോബ് സഹോദരനെ വഞ്ചിച്ചിട്ട് ഒളിച്ചോടിയ ആളാണ്. അപ്പം ഈ ഒരു പാരമ്പര്യം, ഈ ഒരു തുടർച്ച, ഈ ഒരു കാപട്യം യഹൂദ ജനതയിലുടനീളം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന വിധത്തിൽ, തോന്നുന്ന വിധത്തിലാണ് പലപ്പോഴും പലരും യേശുവിൻ്റെ കാലത്തും പെരുമാറിയിരുന്നത്. അതായത് ഈ പൂർവ്വപിതാവായ ഇസ്രായേലിന്, യാക്കോബിനുണ്ടായിരുന്ന ഒരു വഞ്ചനാ മനോഭാവം അല്ലെങ്കിൽ കാപട്യം. എന്നാൽ ഈശോ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്, ഈ യഹൂദൻ യഥാർത്ഥത്തിൽ കാപട്യം നിറഞ്ഞവനല്ല. അവന് നിഷ്കപടതയുണ്ട്, അവന് ഹിപ്പോക്രസി ഇല്ലാത്തൊരു മനസ്സുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രതീകമാണ് ഈ നഥാനിയേൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം ഇതിനെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പഴയ നിയമ പശ്ചാത്തലത്തിലാണ്. യാക്കോബിനെ മനസ്സിൽ വെച്ചിട്ടാണ്, ആ റെഫറൻസ് വെച്ചിട്ടാണ് നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യാക്കോബിൻ്റെ സന്തതി പരമ്പരയിൽ നിന്ന് ജനിച്ച കാപട്യമില്ലാത്ത ഒരു യഹൂദൻ എന്നാണ് അതിൻ്റെ ഏറ്റവും സിമ്പിളായ അർത്ഥം. ഇനി അത് കൂടാതെ വേറൊരു കാര്യം കൊണ്ട് നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക. അതായത് ഈശോ ഈ നഥാനിയേലിനെ കാണുന്ന സമയത്ത്, നഥാനിയേൽ ഞാൻ വായിച്ചിട്ട് പുറകോട്ട് വീണ്ടും വരാം, കുറച്ചുകൂടെ മുന്നോട്ട് ഞാൻ വായിച്ചിട്ട് വീണ്ടും നമുക്ക് പുറകോട്ട് വരാം. ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. അതായത് അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുക.
ഒന്ന് രണ്ട് വചനങ്ങൾ പെട്ടെന്ന് വായിക്കാം. മീഖ 4:4. മീഖ പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കുക. കിട്ടുന്നവർ വേഗം വായിച്ചേ. മീഖ 4:4 കിട്ടിയോ? മീഖ 4:4 ഞാൻ വായിക്കാം. അവരോരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരച്ചോട്ടിലുമായിരിക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. അത്തിമരച്ചോട്ടിൽ, കണ്ടോ? ഇതൊരു റെഫറൻസ് ആണ്, അത് മനസ്സിൽ വെച്ചിരിക്കുക. അവരോരോരുത്തരും താന്താങ്ങളുടെ മുന്തിരിത്തോപ്പിലും അത്തിമരച്ചോട്ടിലും ആയിരിക്കും. സക്കറിയ 3:10 വായിക്കാം. സക്കറിയ 3:10. സക്കറിയ 3:10. മിക്ക കഴിഞ്ഞ് 2-3 പേജൂടെ മറിച്ചാൽ മതി. സക്കറിയ 3:10 വായിക്കാമോ? സക്കറിയ 3:10. അന്ന് നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ അയൽക്കാരെ മുന്തിരിത്തോപ്പിലേക്കും അത്തിവൃക്ഷ തണലിലേക്കും ക്ഷണിക്കും, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അന്ന് നിങ്ങൾ ഓരോരുത്തരും തങ്ങളുടെ അയൽക്കാരെ മുന്തിരിത്തോപ്പിലേക്കും അത്തിവൃക്ഷ തണലിലേക്കും ക്ഷണിക്കും, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും എന്തെന്നറിയാം? ഇവിടെ ശ്രദ്ധിച്ചേ. ഇത് രണ്ടും മിശിഹ വരുമ്പോൾ ജനതയ്ക്കുണ്ടാകാൻ പോകുന്ന സമാധാനത്തിൻ്റെ പ്രതീകമായിരുന്നു അത്തിമര ചുവട്ടിലേക്ക് വരിക എന്നുള്ളത്. അതായത് മെസ്സിയാനിക് ഏജിൽ ജനത അനുഭവിക്കാൻ പോകുന്ന പീസിൻ്റെ സിമ്പലായിരുന്നു അത്തിമര ചുവട്. അപ്പോൾ ഇന്ന് പറയുമ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാകും. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചിരുന്നാലും മനസ്സിലാവും. അപ്പം നഥാനിയിൽ എന്താണ് ഈ അത്തിമര ചുവട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? യഹൂദന്മാർ അത്തിമര ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ തിരുവചനം ധ്യാനിക്കുക എന്നായിരുന്നു എൻ്റെ അർത്ഥം. യഹൂദന്മാരുടെ ആ പശ്ചാത്തലത്തിൽ അത്തിമര ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ തിരുവചനം ധ്യാനിക്കുക, തിരുവെഴുത്തുകൾ ധ്യാനിക്കുക എന്നുള്ളതായിരുന്നു. അപ്പം നഥാനിയേൽ എന്ത് ചെയ്തു? ഫിലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പ്, ഫിലിപ്പോസ് എന്ത് പറഞ്ഞാൽ വിളിച്ചേ? മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെക്കുറിച്ച് എഴുതിയിരിക്കുന്നു? ജോസഫിൻ്റെ മകൻ നസറത്തുൽ യേശുവിനെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ആ സമയത്ത് നഥാനിയേൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? തിരുവെഴുത്തുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കാണണം, ബൈബിൾ തുറന്ന് വായിച്ചുകൊണ്ടിരിക്കുന്ന നഥാനിയേലിൻ്റെ അടുത്ത് ഫിലിപ്പോസ് എന്ന് പറയുകയാണ്, ഈ ബൈബിളിൽ പറയുന്ന മിശിഹായെ ഞങ്ങൾ കണ്ടു. ഉടനെയാണ് ചോദിക്കുന്നത്, നസറത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാവും എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ നഥാനിയേൽ, ഞാൻ വിചാരിക്കുകയാണ്, ഇയാൾ വായിച്ചുകൊണ്ടിരുന്നത് ആരെക്കുറിച്ചാണ്? യാക്കോബിനെ കുറിച്ചാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ യാക്കോബ് കണ്ട ദർശനത്തെക്കുറിച്ചാണ്. യാക്കോബ് കല്ല് തലയണയാക്കി കിടന്നുറങ്ങുമ്പോൾ ഒരു ഗോവണി ആകാശം മുട്ടെ വെക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നതും ദൈവം സംസാരിക്കുന്നതും ഒക്കെ നഥാനിയേൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പോസ് എന്നിട്ട് ഫിലിപ്പോസ് പറയുകയാണ്, ഞങ്ങൾ ഈ തിരുവെഴുത്തുകളിൽ പറയുന്ന മിശിഹായെ കണ്ടു. നിങ്ങൾ കേട്ടോണം. ഇത് വായിച്ചിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്ന നഥാനിയേലിനോട് യേശു പറയുകയാണ്, നീ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടു. നീ വായിച്ചുകൊണ്ടിരുന്നത് കാവട്യമുള്ളൊരു ഇസ്രായേൽക്കാരനെ കുറിച്ചാണ്. നീ കാവട്യമില്ലാത്ത ഇതാണ് ഇവനെ യഥാർത്ഥത്തിൽ നടുക്കിക്കളയുന്നത്. നീ എന്നെ എങ്ങനെ കണ്ടു എന്നാണ് ചോദിക്കുന്നത്. നിഷ്കപടന ഇസ്രായേൽ. അപ്പോൾ മനസ്സിലായി? നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് അവൻ ചോദിക്കാണ്ട്, നീ എന്നെ എങ്ങനെ അറിയുന്നു? ഹൗ കം യു നോ മീ എന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത്, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. അപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഇയാൾക്ക് ഓൾറെഡി ഉണ്ട് ഈ ചോദ്യത്തിനകത്ത്. അതാ ചോദിക്കുന്നത്, ഹൗ കം യു നോ മീ? ഞാൻ ഇതാണ് വായിച്ചുകൊണ്ടിരുന്നതെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഞാൻ ഇതാണ് ധ്യാനിച്ചുകൊണ്ടിരുന്നതെന്ന് നീ എങ്ങനെ അറിഞ്ഞു? ഇതാണ് ഈ ചോദിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഫിലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ നിന്നെ ഞാൻ കണ്ടിരുന്നു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. അതായത് നിങ്ങൾ ശാന്തമായി സ്വസ്ഥമായി തിരുവെഴുത്തുകൾ തുറന്ന് തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന രക്ഷയെ ധ്യാനിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെ ഈശോ വിളിച്ചിട്ട് പറയും, നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയും. ഈ ഭയാനകമായ ഒരു പ്രസ്താവന ഭാവിയിൽ നമ്മളെ കാത്തിരിപ്പുണ്ടെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഞാൻ നിന്നെ അറിയുന്നില്ലെന്ന്. ഇതതിൻ്റെ ഓപ്പോസിറ്റാണ്.
എനിക്ക് നിന്നെ അറിയാം. എപ്പോഴാണ് നിന്നെ ഞാൻ കണ്ടിട്ടുള്ളത്? വെൻ യു സ്പെൻഡ് സം ടൈം റീഡിങ് ദിസ് ടെക്സ്റ്റ്, റീഡിങ് ദിസ് ബുക്ക്, ഐ സോ യു. നിങ്ങൾ നല്ല ചോദിക്കുക, അത് എന്തോ ഒരു വലിയ കാര്യം. അത് നമ്മളാരും കാണാതിരുന്ന് ബൈബിൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയാണ്, ഞാൻ നിന്നെ കണ്ടായിരുന്നു. ഐ ഹാവ് സീൻ യു while you were under the fig tree reading this Bible, reading the scripture, I saw you. എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഇത് നിങ്ങൾ ലിറ്ററലി എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അക്ഷരാർത്ഥത്തിൽ എടുക്കണം. എന്തെന്നറിയാമോ? ഞാൻ ബൈബിള് വായിക്കുമ്പോൾ മാറിയിരുന്ന് എന്നെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ജീസസ് ഈസ് ലുക്കിംഗ് അറ്റ് മീ വെൻ ഐ ആം റീഡിങ് ദിസ് ബൈബിൾ. ദിസ് ഈസ് സംതിങ് that has to be taken literally. അപ്പോൾ ഇതാണ് നഥാനിയേലിനോട് പറയുന്നത്. ബർത്തലോമയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ വായിക്കാൻ സമയം കിട്ടുമെങ്കിൽ വായിക്കണം. ഈശോയ്ക്ക് വേണ്ടി ഒരു മനുഷ്യനെ സഹിക്കുന്നതിൻ്റെ അങ്ങേയറ്റം സഹിച്ച് മരിച്ച ഒരാളാണ്. ആൻഡ് ഹിസ് എൻഡ് വാസ് ഫാന്റാസ്റ്റിക്. ഒരു മറ്റൊരു അപ്പസ്തോലന് അവകാശപ്പെടാൻ പറ്റാത്തതുപോലെയുള്ള പീഡാനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ബർത്തലോമയൊക്കെ മരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നഥാനിയേലിനോട് പറയാണ്, ഞാൻ നിന്നെ കണ്ടു. നഥാനിയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവ്. കണ്ടോ, വന്ന് കാണുമ്പോൾ വ്യത്യാസം വരുന്നുണ്ടോ? നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാവും ചോദിച്ചു വന്നതാണ്. ഇപ്പോൾ പറയാണ്, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്. അടുത്ത വെളിപ്പെടുത്തലാണ് യേശുവിനെ കുറിച്ച്. അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവാന്വേഷണം നടത്തി, തിരുവെഴുത്തുകൾ ധ്യാനിച്ച് ദൈവാന്വേഷണം നടത്തിയിരിക്കുക എന്നുള്ള അർത്ഥം. അങ്ങനെ ഇരിക്കുന്നവനെ കണ്ടു എന്നാണ് ഈ പറയുന്നത്. എന്നിട്ട് പറയുകയാണ്, ഈ പറയുന്ന നീ ദൈവപുത്രനാണെന്നും ഇസ്രായേലിൻ്റെ രാജാവാണെന്നും പറയുമ്പോൾ 50-ാമത്തെ വാക്യം വായിച്ച് യേശു പറയുകയാണ്, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നുവല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. ഇതാണ് ഈ ബൈബിൾ വായിക്കുന്നവർക്കുള്ള അടുത്ത ഒരു വാഗ്ദാനം. അതായത് നിങ്ങൾ മനസ്സിലാക്കണമെന്നറിയാം, ഈ ലോകത്തെ മറ്റൊരു മനുഷ്യനും കാണാത്ത കാര്യങ്ങൾ വചനം ധ്യാനിക്കുന്നവർ കാണും എന്ന് പറഞ്ഞാൽ, ഞാൻ പറയുന്നത് ഈ മായപ്പൊന്മാനെ കാണുമെന്നോ മായാവിയെ കാണുമെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മളെന്താ കാണുമെന്നറിയാമോ? ഈ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദുരനുഭവങ്ങളിൽ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നല്ലതോ ചീത്തയോ ആയ അനുഭവങ്ങളിൽ മറ്റു മനുഷ്യർ കാണാത്തത് ദൈവാനുഭവമുള്ളവരും വചനം അറിയാവുന്നവരും കാണും. വേറൊരു കാഴ്ചയുണ്ട്, ഈ ലോകത്തിനില്ലാത്തൊരു കാഴ്ചയുണ്ട്, ലോകം കാണാത്ത വിധത്തിലുള്ളൊരു കാഴ്ചയുണ്ട്. അത് പറയുന്നത്, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. ഇപ്പം നീ ഭയങ്കരമായിട്ട് ഷോക്ക്ഡായി പോയില്ലേ ഞാൻ പറഞ്ഞപ്പോൾ? പക്ഷെ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. എന്നിട്ട് ഈശോ പറയുന്നത് എന്നറിയാമോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. ഇത് യാക്കോബിൻ്റെ ദർശനമാണ് ഈ പറയുന്നത്. യാക്കോബിൻ്റെ ദർശനത്തിൽ ഒരു ആകാശം മുട്ടെ ഒരു ഏണി വെച്ചിരിക്കുന്നു. ആ ഏണിയുടെ മുകളറ്റത്ത് ദൈവദൂതന്മാർ അവിടെ നിന്ന് ഇങ്ങനെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിൻ്റെ മുകളറ്റത്ത് നിന്ന് ദൈവം സംസാരിക്കുന്നു. അപ്പോൾ ഈശോ പറയുകയാണ്, നീ ഇപ്പം നേരത്തെ ധ്യാനിച്ചുകൊണ്ടിരുന്നില്ലേ അത്? ആ ഏണിയിൽ ദൂതന്മാർ ഇറങ്ങി വരുന്നതും യാക്കോബിനോട് സംസാരിക്കുന്നതും. നീ തിരുവെഴുത്തുകളിലൂടെ വെളിപ്പെട്ട ദൈവിക സത്യങ്ങളോട് ദാഹമുള്ള ഒരാളായിരുന്നത് കൊണ്ട് നീ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ കാണാൻ പോവുകയാണ്. വലിയ കാര്യങ്ങൾ എന്താണെന്നറിയാമോ? അതായത് സ്വർഗം തുറക്കപ്പെടുന്നത് നീ കാണും. സ്വർഗം തുറക്കപ്പെട്ടിട്ടില്ല, സ്വർഗം തുറക്കപ്പെടുന്നത് നീ കാണും. എന്നിട്ട് ദൈവദൂതന്മാർ മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഈ മനുഷ്യപുത്രൻ, സൺ ഓഫ് മാൻ എന്ന് ഈശോ പറയുമ്പോൾ അതിന് പല അർത്ഥങ്ങളുണ്ട്. ഒന്നാമത്തെ അർത്ഥം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ്. മനുഷ്യൻ, ഉദാഹരണത്തിന്
എസെക്കിയേലിനോട്, എസെക്കിയേൽ 2 എസെക്കിയേലിനെ വിളിക്കുന്നത്, ദൈവം വിളിക്കുന്നത് മനുഷ്യപുത്ര എന്നാണ്. യെശയ്യായിലും ഉണ്ട് മനുഷ്യപുത്ര എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങളെപ്പോഴും ഓർത്തിരിക്കണം, യേശു തന്നെ വിളിക്കാൻ ഉപയോഗിച്ച ഒരു പദമായിരുന്നു മനുഷ്യപുത്രൻ. യേശു തന്നെ മനുഷ്യപുത്രൻ എന്ന് വിളിക്കുമ്പോൾ അത് യേശു വിളിച്ചത്, അത് എടുക്കണം നിങ്ങൾ, ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തെ റഫർ ചെയ്തുകൊണ്ടാണ് യേശു തന്നെ മനുഷ്യപുത്രൻ എന്ന് വിളിച്ചിട്ടുള്ളത്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം, അത് 7-ാം അധ്യായത്തിൽ വാക്യം 13 മുതലുള്ള വാക്യങ്ങൾ. ദാനിയേൽ 7:13 മുതൽ വായിക്കാം. ദാനിയേൽ 7:13 മുതൽ വായിച്ചേ. നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. വാനമേഘങ്ങളിൽ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അടുത്ത വാക്യം, അവനെ പുരാതനനായവന്റെ മുൻപിൽ ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജത്വം അനശ്വരമാണ്. ഇവിടെ നഥാനിയേൽ യേശുവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? റബ്ബി, അങ്ങ് ഇസ്രായേലിൻ്റെ രാജാവാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ് എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയാണ്, ഇതിനേക്കാൾ വലുത് നീ കാണും. ഇപ്പം നീ രാജാവെന്ന് പറഞ്ഞത് വളരെ പരിമിതമായ ഒരർത്ഥത്തിലാണ്. എന്നാൽ ഈ ലോകത്തെ മുഴുവൻ വിധിക്കുന്ന രാജാവായി അത്യുന്നതനായവൻ്റെ പുത്രൻ വാനമേഘങ്ങളിൽ ദൂതന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളി വരുന്നത് നീ കാണാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ നീ വേറെ ആരും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ കാണാൻ പോവുകയാണ്. അതാണ് ഈ മനുഷ്യപുത്രൻ എന്ന് പറയുമ്പോൾ ഈ ഭാഗമാണ് യേശുവിൻ്റെ മനസ്സിൽ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് ആ ഭാഗത്തേക്ക് തിരിച്ചു വരാം. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പറയുകയാണ്, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഞാൻ അത്തിമരത്തിൻ്റെ ചുവട്ടിൽ വെച്ച് നിന്നെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിക്കുന്നു. എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും നീ കാണും. ഇനി ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ യാക്കോബ് കണ്ട ദർശനം, ആ ദർശനത്തിൽ ഒരു ഏണി, ആ ഏണിയിലൂടെ ദൂതന്മാർ ഇറങ്ങി വരുന്നു, കയറിപ്പോകുന്നു എന്ന് പറഞ്ഞാൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു, കയറിപ്പോകുന്നു, മുകളിൽ നിന്ന് ദൈവം സംസാരിക്കുന്നു. ഇപ്പം യാക്കോബ് കണ്ട ദർശനത്തിൽ എന്തൊക്കെയാണ് അവിടെ വെളിപ്പെട്ടത്? ഒന്ന്, ഈ സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം, ഒരു ഏണി. ഈശോ പറയുകയാണ്, യാക്കോബ് കണ്ട ദർശനത്തിലെ ഗോവണി പോലെയാണ് ഞാൻ. യേശുവാണ് സ്വർഗത്തെയും ഭൂമിയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. സ്വർഗവും ഭൂമിയും തമ്മിൽ കൂടിച്ചേരുന്നത് യേശുവിലാണ്. അതായത് നിങ്ങൾ നോക്കി, ദൈവത്തെ അന്വേഷിച്ച് പോകുന്ന മനുഷ്യനെ അന്വേഷിച്ച് വരുന്ന ദൈവം, ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടിയത് കന്യകാമാതാവിൻ്റെ ഉദരത്തിലാണ്. ദൈവത്തെ അന്വേഷിച്ച് പോകുന്ന മനുഷ്യനെ അന്വേഷിച്ച് പോകുന്ന ദൈവവും തമ്മിൽ കൂട്ടിമുട്ടുന്നത് കന്യകാമാതാവിൻ്റെ ഉദരത്തിലാണ്. അതായത് യേശുവാണ് ഈ ലോകത്തെയും സ്വർഗത്തെയും തമ്മിൽ അനുരഞ്ജിപ്പിക്കുന്ന, ബന്ധിപ്പിക്കുന്ന ഏണി. അതാണ് അതിൻ്റെ ഒരർത്ഥം. രണ്ടാമത്തേത്, ഈ ദൈവമാണല്ലോ, യാക്കോബിന് ദൈവത്തെയാണല്ലോ വെളിപ്പെട്ട് കിട്ടുന്നത്, ദൈവത്തെയാണ് മനസ്സിലായി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഈശോ പറയുകയാണ്, യാക്കോബ് കണ്ട ദൈവമാണ് ഞാൻ, ആ ദൈവത്തിൻ്റെ പുത്രനാണ് ഞാൻ, അല്ലെങ്കിൽ ദൈവം തന്നെയാണ് ഞാൻ. അപ്പോൾ അതൊരു ദൈവത്തെ വെളിപ്പെടുത്തുന്നത് കൂടിയാണ്, തൻ്റെ ദൈവത്വത്തെ വെളിപ്പെടുത്തുന്നത് കൂടിയാണ് ഈ പറയുന്ന ദർശനത്തിൽ. അപ്പോൾ ജീസസ് ഈസ് ദ ലാഡർ വെയർ ഹെവൻ ആൻഡ് എർത്ത് മീറ്റ്, ആൻഡ് ഇൻ ജീസസ് ഡിവിനിറ്റി ഈസ് റിവീൽഡ്, ഗോഡ് ഈസ് റിവീൽഡ്. അപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന ദർശനത്തിലുണ്ട്. ഇതെല്ലാം യേശുവിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലാണ് ഈ അധ്യായത്തിൽ നൽകുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ യേശുവിൻ്റെ ദൈവത്വം, യേശുവിൻ്റെ രാജത്വം, യേശുവിൽ ദൈവവും മനുഷ്യനും തമ്മിൽ ഒന്നായി മാറുന്നത്, ഇതെല്ലാം ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് ഈ 1-ാം അധ്യായം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയാം? ഈ 1-ാം അധ്യായം തീരുന്ന സമയത്ത് നമ്മൾ യേശുവിനെ കുറിച്ചുള്ള ഏതാണ്ട് 7 വെളിപ്പെടുത്തലുകൾ മനസ്സിലാക്കി. അപ്പോൾ ഈ 7 വെളിപ്പെടുത്തലുകളിലൂടെ യേശുവിനെ വിശ്വസിക്കാനും യേശുവിലേക്ക് അടുത്തു വരാനുമുള്ള ഒരു ആഹ്വാനമാണ് യോഹന്നാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി 2-ാം അധ്യായം മുതൽ യേശു തന്നെ കൂടുതൽ വെളിപ്പെടുത്താൻ പോകണം, തൻ്റെ മഹത്വം വെളിപ്പെടുത്താൻ പോകണം.
അപ്പോൾ അതിനു മുമ്പ് ഈ നഥാനിയേൽ യേശുവിലേക്ക് വന്നതുപോലെ വലിയ കാര്യങ്ങൾ കാണുമെന്ന് യേശു പറഞ്ഞതുപോലെ, ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു പറഞ്ഞതുപോലെ, നമ്മൾ ഈ അധ്യായത്തിൽ മുഴുവൻ, പ്രത്യേകിച്ച് ആദ്യ ശിഷ്യന്മാരൊക്കെ വന്നിട്ട് നീ എവിടെയാണ് താമസിക്കുന്നത്, വന്ന് കാണുക എന്ന് പറയുമ്പോൾ അവർ ചെന്ന് അവൻ്റെ കൂടെ താമസിച്ചു എന്ന് പറയുന്നത് പോലെ, നമ്മൾ ഈ അധ്യായം വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഈശോയോട് പറയാനുള്ളത്, നമുക്ക് ഒരു പടി കൂടെ കർത്താവിനെ അടുത്ത് അറിയാനുള്ള, അനുഭവിക്കാനുള്ള ഒരു കൃപാവരം നമുക്ക് തരണമേ എന്ന് നമ്മൾ ആഗ്രഹിക്കണം. അതായത് ഞാൻ ഇന്നലെ വരെ യേശുവിനെ അറിഞ്ഞതുപോലെയല്ല, കർത്താവ് ഇന്നു മുതൽ എനിക്ക് ഒരു പടി കൂടി യേശുവിനെ ആഴത്തിൽ അനുഭവിക്കാനോ അറിയാനോ ഉള്ളൊരു കൃപ എനിക്ക് നൽകണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.